ഇന്നലെ രാത്രി അനുമോളെ എല്ലാവരും കൂടി വലിച്ചു കയറി. എല്ലാവരും എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് നിൽക്കുന്നത് അപ്പാനിയുണ്ട്, ബിൻസിയുണ്ട്, ആദിലയുണ്ട്, ശൈത്യയുണ്ട്. ശൈത്യ എല്ലാം ഒപ്പിക്കും, എന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കും. ഈ കൂട്ടത്തിൽ അക്ബറും കൂടി ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും കൂടി അനുമോളെ വലിച്ചു കയറിയിരുന്നു. ഈ സമയത്തൊന്നും ആർക്കും ഇടപെടാൻ സമയമില്ല, ആരും ഇടപെടുന്നുമില്ല. എന്നാൽ ഇന്ന് ബിൻസി മസ്താനിയെ വഴക്ക് പറഞ്ഞപ്പോൾ ഇടപെടാൻ വന്നിരിക്കുക ആരാ? അനീഷ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബിൻസിയും മസ്താനും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. എന്തൊക്കെ ഷോ ആയിരുന്നു. ഇതിന് മാത്രം മസ്താനി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. മസ്താനി മിണ്ടാതെ നിൽക്കുമായിരുന്നു. ബിൻസിക്ക് കിട്ടിയ സ്ക്രീൻ സ്പേസിൽ ബിൻസിക്ക് എന്തൊക്കെ പറയാൻ തോന്നിയോ അതൊക്കെ ഇന്ന് പറയുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ അങ്ങടെ നിൽക്കണം, നടുക്ക് സെൻറ്ററിലാണ് നിൽക്കുന്നത്. കാരണം എല്ലായിടത്തും കേട്ടോ, എല്ലാ ക്യാമറയും ബിൻസിയെ ഫോക്കസ് ചെയ്യുന്നു. ഹാപ്പി. അനീഷ് എന്ന് പറയുന്നത് എടാ ബിൻസി മതി, ബിൻസി മതി, ബിൻസി മതി, മൻസി ബിൻസി മതി മതി എന്നൊക്കെ. ഇന്നലെ ഈ സമയത്ത് അനീഷ് അവിടെ പോയേക്കായിരുന്നു. ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ മാറി നിൽക്കുന്നത് ഞാൻ കണ്ടാണല്ലോ. പിന്നെ അനീഷിന് ഇന്നലെ എന്ത് പറ്റി? നാവിന്ന് നാക്ക് ഇറങ്ങിപ്പോയായിരുന്നോ? ഇന്ന് വന്നിട്ട് പറയുന്നുണ്ടല്ലോ മതി ബിൻസിന്ന്. ഇന്നലെ അനുമോളെ എല്ലാവരും കൂടി വലിച്ചു കയറുമ്പോൾ മിണ്ടാതിരുന്നെല്ലാം കേട്ട് രസിക്കായിരുന്നല്ലോ. എന്തോ അനുമോള് ടോപ്പിലുള്ളതാണല്ലോ, അപ്പം അനുമോളെ മാക്സിമം മറ്റുള്ളവർ ഡിഗ്രേഡ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, തനിക്ക് ഒട്ട് കയറുമല്ലോ എന്ന് കരുതിയിട്ടാണോ അനീഷ് മിണ്ടാതിരുന്നത്? ഇന്നിപ്പോൾ അനീഷ് ഇപ്പോൾ വന്നിട്ട് ബിൻസി എടുത്ത് പറയുന്നുണ്ടല്ലോ മതി മതി എന്ന്. ഷാനവാസ് പറഞ്ഞു അനീഷ് മതി, അധികം നന്മമാരൊന്നും ചമയണ്ട കേട്ടോ, മതി മതി എന്ന് പറഞ്ഞ് ഷാനവാസും അക്ബറും അപ്പാനിയൊക്കെ കൂടി അനീഷിനെ പിടിച്ച് മാറ്റി. ഞാൻ ചോദിക്കുന്നത്, എല്ലാ കാര്യത്തിലും ഇടപെടുന്ന അല്ലെങ്കിൽ അനുമോളോട് ഇത്ര സ്നേഹമുള്ള അല്ലെങ്കിൽ അനുമോൾ ഇത്ര കെയർ ചെയ്യുന്ന അനീഷ് എന്തുകൊണ്ട് ഇന്നലെ മിണ്ടിയില്ല? എന്തുകൊണ്ട് ശബ്ദമുയർത്തിയില്ല? ഇന്ന് എന്തുകൊണ്ട് ശബ്ദമുയർത്തുന്നു? ഡബിൾ സ്റ്റാൻഡാണോ? അവസാന ഘട്ടത്തിൽ അനീഷിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ ഒരുപാട് കമൻസുകൾ വരും. എനിക്ക് തോന്നിയത് അനീഷ് എന്താ അപ്പോൾ അനുമോളോട് കാണിച്ച ആ ഒരു സ്നേഹമൊക്കെ ഗെയിം ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുമോളെ ഒന്ന് മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ? എനിക്ക് തോന്നുന്നു സീസൺ 3 തോന്നുന്നു ഇതുപോലെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മണിക്കൂട്ടൻ്റെ അടുത്ത് സൂര്യ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മണിക്കൂട്ടൻ ഇതേ രീതിയിൽ തന്നെയാണ് അത് റിജക്റ്റ് ചെയ്തത്. അത് ഇഷ്ടമാണ്, പക്ഷേ ആ രീതിയിൽ ഉള്ള ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിജക്ഷനാണ് മണിക്കൂട്ടനന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് മണിക്കൂട്ടിന് ചെറിയൊരു രീതിയിലൊരു നെഗറ്റീവ് വരികയും സൂര്യയ്ക്ക് അത് പോസിറ്റീവായി വരികയും പിന്നീട് ഒരുപാട് നാൾ ആ കണ്ടസ്റ്റൻറ്റ് നിൽക്കാനൊക്കെ പറ്റിയൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത്ര സ്ട്രാറ്റജീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അതൊന്നും ഇവിടെ ഇട്ട് നോക്കിയതാണോ അനീഷ് എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം അല്ലാണ്ട് ഈ ഒരു ടൈമിൽ അനീഷിന് അനുമോളെ ഇഷ്ടമാണെന്ന് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. 8-9 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഇതായിരിക്കും എന്ന് 100% ഉറപ്പുണ്ട് അനീഷിന്. അതുകൊണ്ട് തന്നെയാണ് അനീഷ് ഇത് പറഞ്ഞത്. കാരണം അനുമോളുടെ ഗെയിം എങ്ങനെയെങ്കിലും ഡൗൺ ആക്കാൻ വേണ്ടി നടത്തിയ പോലെ എനിക്ക് തോന്നി. മാത്രമല്ല ഇപ്പോൾ ലൈവ് എടുത്ത് നോക്കുകയാണെങ്കിൽ അനീഷ് ഇപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നു. എല്ലാവരുടെ കൂടെ കളിക്കുന്നു, ചിരിക്കുന്നു, പിടിക്കുന്നു. അനുമോൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ അടുത്തും ഭയങ്കര ക്ലോസ് ആണ്. ഒരു പക്ഷേ ഇവരൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അനീഷിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം വോട്ടുകൾ മാറി മറിഞ്ഞേക്കാം. ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബൾക്ക് ഓഫ് വ്യൂവേഴ്സിൻ്റെ വോട്ട് അനീഷിലേക്ക് മറിയും. അപ്പോൾ അനീഷ് തന്നെയാവും ടോപ്പ്. അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് അനീഷ് പോകുന്നതെന്നുള്ളൊരു തോന്നൽ. എന്താണെങ്കിലും ഗെയിം അല്ലേ, ആർക്കും എന്ത് സ്ട്രാറ്റജീസ് വേണമെങ്കിലും എടുക്കാമല്ലോ. കളിക്കട്ടെ, നമുക്ക് നോക്കാം.